കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഏതൊരു നല്ല പ്രവൃത്തിയും ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവാനുഗ്രഹം ആവശ്യമാണല്ലോ. മൗന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ സംസ്ഥാന 2020 എക്സിക്യൂട്ടീവ് അംഗമായ മിസ്റ്റർ ചാർലി പോളിനെ സംസാരിക്കുവാനായി ഞാൻ ക്ഷണിക്കുകയാണ്. 2020 കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുവാനായി. 2020 പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ വി ഗോകുമാർ, കൊച്ചി നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ടെനി തോമസ്, എറണാകുളം നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസ് പ്ലാക്കൽ, പ്രിയമുള്ള സ്ഥാനാർത്ഥികളെ, 2020 പ്രിയങ്കരായ പ്രവർത്തകരെ, ഐതിഹാസികമായ ഒരു പോരാട്ടത്തിൻ്റെ പോർമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇലക്ഷൻ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പാമ്പും ഗോണിയും കളിക്കും പോലെയാണ്. ചില ദിവസം നമുക്ക് തോന്നും നമ്മൾ 100-ലെത്തി വിജയിക്കുമെന്ന് തോന്നും. പിറ്റേ ദിവസം ആരുടെയെങ്കിലും പരാമർശം കേൾക്കുമ്പോൾ തോന്നും വീണ്ടും നമ്മൾ 0-ലേക്ക് പോയില്ലോ, ജയിക്കില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യുന്നു. 2020 പ്രസ്ഥാനം പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബദലായി കേരളത്തിൽ ജനക്ഷേമവും സാമൂഹ്യ വികസനവും അടിസ്ഥാനമാക്കി രൂപം കൊണ്ട വലിയൊരു ജനകീയ പ്രസ്ഥാനമാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ല ആദ്യം ആരംഭിച്ചത്. 10-13 വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കമ്പലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ വേണ്ടി സർവ്വ മനുഷ്യർക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ഒരു സാമൂഹ്യ സംഘടനയായിരുന്നു 2020. 2012 2020 ആരംഭിക്കുമ്പോൾ 2020 കിഴക്കമ്പലത്തെ ജനതതിയെ അല്ലെങ്കിൽ ജനങ്ങളെ സാമൂഹ്യ രംഗത്ത് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് 2020 എന്ന് പേരിട്ടത്. 2020 കിഴക്കമ്പലത്ത് നമ്മുടെ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ എന്താണോ നമ്മൾ വിഭാവനം ചെയ്തത് ആ പദ്ധതികൾ പൂർത്തിയാക്കുക. ഏതാണ്ട് 2020 തന്നെ നമ്മൾ നമ്മുടെ വികസനത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. നമ്മൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ കിഴക്കമ്പലത്ത് നടപ്പാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ആദ്യവട്ടം നമ്മൾ കിഴക്കമ്പലത്ത് നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഒരാൾ പോലും നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞില്ല. കാരണം 25-30 വർഷം പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ കൈവശം വെച്ചുകൊണ്ടിരുന്ന വാർഡിനെ ഒരിക്കൽ പോലും നമുക്ക് അവരുടെ സ്വാധീനത്തെ അതിജീവിച്ചുകൊണ്ട് വിജയിച്ച് കയറാൻ കഴിയുമെന്ന് കിഴക്കമ്പലത്തെ കോൺഗ്രസ്സുകാർ നേതൃത്വം കൊടുക്കുന്ന UDF, കമ്മ്യൂണിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന LDF വിചാരിച്ചില്ല. അവർ ധരിച്ചത്, ഇപ്പോൾ കൊച്ചിയിലൊക്കെ നമ്മൾ മത്സരിക്കുമ്പോൾ ചിലരും നമ്മളെ അത്ര കാര്യമായി പരിഗണിക്കാത്ത പോലെ പരിഗണിക്കാതിരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അന്ന് 18-ൽ 16 വാർഡും പിടിച്ച് കിഴക്കമ്പലത്ത് അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. നിങ്ങളൊക്കെ 2 വാർഡ് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോയുള്ളൂ. രണ്ടാമത് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സാബുവിൻ്റെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അദ്ദേഹത്തെ ഇരുന്ന സാറ് വരും കേട്ടോ പറയും. 2-ാം വട്ടം നമ്മൾ കിഴക്കമ്പലത്ത് മത്സരിക്കുമ്പോൾ ചേലക്കുളം ഒഴികെയുള്ള മുഴുവൻ വാർഡുകളും നമ്മൾ കരസ്ഥമാക്കുകയുണ്ടായത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്ന് 10 വർഷം നമ്മൾ പിന്നിടുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജനക്ഷേമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തായി നമ്മൾ കിഴക്കമ്പലത്തെ മാറ്റിക്കഴിഞ്ഞു. വലിയൊരു വികസനത്തിൻ്റെ ഒരു തേരോട്ടമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. നിങ്ങൾക്കെല്ലാവരും ഒരു ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേരള സ്റ്റോറി എന്ന പേരിൽ. നമ്മൾ പുറത്തിറക്കിയ ബുക്കൊന്ന് മറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ ഭവനത്തിലും 100 കണക്കിന് പ്രവർത്തന പദ്ധതികൾ ഓരോ മനുഷ്യനും അനുഭവേദ്യമാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. സംസാരം എപ്പോഴും പറയാറുണ്ട്, മനുഷ്യസാധ്യമായ മുഴുവൻ കാര്യങ്ങളും
കിഴക്കമ്പലത്ത് നടപ്പാക്കിയ പ്രസ്ഥാനമാണ് 2020. നിങ്ങൾ ആ ബുക്ക് മറിച്ചു നോക്കിയാൽ അറിയാം. വൃക്ഷത്തൈ ആയിക്കോട്ടെ, മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ, ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആയിക്കോട്ടെ, മെഡിസിൻ കൊടുക്കുന്ന പദ്ധതികളായിക്കോട്ടെ, ഫലവൃക്ഷങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങളായിക്കോട്ടെ, ഏത് പദ്ധതികൾ എടുത്തു കഴിഞ്ഞാലും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ സ്ഥലത്ത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ട് 1500ഓളം ആളുകൾ പുതിയതായി സ്ഥലം വാങ്ങിച്ച് കിഴക്കമ്പലത്ത് താമസമുറപ്പിക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. റോഡുകളെല്ലാം BMBC നിലവാരത്തിൽ നമ്മൾ പണിത് കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. ആ കേരള സമൂഹം നമ്മളെ പ്രതീക്ഷയോടെ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിഴക്കമ്പലത്തെ തുടർന്ന് പിന്നെ തൊട്ടടുത്ത് വന്ന പഞ്ചായത്തുകളിൽ നമ്മൾ മത്സരിക്കാൻ ഇടവന്നത്. അങ്ങനെയാണ് കുന്നത്തുനാട്, ഐക്യനാട്, മഴുവന്നൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ നമ്മൾ അധികാരത്തിലേറുന്നത്. മഴുവന്നൂരിലൊക്കെ നമ്മൾ അധികാരത്തിലേറുമ്പോഴും നമ്മൾ ആദ്യമായിട്ടാണ് മത്സരിച്ചത് മഴുവന്നൂരിൽ. അവിടെ പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിധം മുഴുവൻ വാർഡുകളിലും മത്സരിച്ചാണ് 2020 പാർട്ടി അധികാരത്തിലേറുന്നത്. അതുകൊണ്ട് കൊച്ചിയെ സംബന്ധിച്ച് പലരും നമ്മളോട് പറയും, നിങ്ങൾ വലിയ മുന്നണികളോടൊപ്പം മത്സരിക്കുമ്പോൾ അത്ര എളുപ്പമാണെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ ഓരോ വീടുകളും കയറിയതാണ്. ഒരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചിയിലെ വീടുകളിൽ ചെല്ലുമ്പോഴും ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം അവരാഗ്രഹിക്കുന്നത് 2020 പ്രസ്ഥാനം അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ്. ഇന്ന് ഞാൻ രാവിലെ മുതൽ ഉച്ചവരെയും വീട് കയറ്റത്തിലായിരുന്നു. അപ്പോഴൊരു പലരും പറഞ്ഞു 2020 വരട്ടെ, കിഴക്കമ്പലത്ത് നടപ്പാക്കിയ പോലുള്ള പദ്ധതികൾ കൊച്ചിയിലും വരട്ടെ എന്നുള്ള ആഗ്രഹമാണ് ആൾ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങളോളം മാറി മാറി ഭരിച്ച കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, കൊച്ചിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പരിഹാരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വെള്ളക്കെട്ടിൻ്റെ വിഷയമായാലും, കൊതുകിൻ്റെ വിഷയമായാലും, മാലിന്യത്തിൻ്റെ പ്രശ്നമായാലും, ഏത് വിഷയമെടുത്താലും കൊച്ചിയിലെ വികസനങ്ങൾക്ക്, അല്ലെങ്കിൽ കൊച്ചിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വികസനങ്ങളെ യഥാർത്ഥത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ വികസന നയങ്ങൾ എന്ന് പറയുന്നത് കൊച്ചിയെ സമഗ്രമായി പഠിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിൽ കൊച്ചിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊച്ചിയെ വളർത്തി വലുതാക്കാൻ കഴിയുന്ന വലിയ പദ്ധതികളാണ് സാബു സാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി വിഭാവനം ചെയ്യുന്നത്. അത് നമ്മൾ അധികാരത്തിൽ എത്തുന്നതോടുകൂടി നമുക്കത് കരഗതമാക്കാൻ കഴിയും എന്നുള്ള സ്വപ്നം കൊച്ചിയിലെ ജനങ്ങൾക്കുണ്ട്. ആ വലിയ സ്വപ്നത്തിൻ്റെ പോരാളികളായി മാറിക്കൊണ്ടാണ് 56 പേര് നമ്മൾ മത്സരിക്കുന്നത്. അവർ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ചിട്ടയായും ക്രമമായും, ഇനിയിപ്പോൾ ഞായറാഴ്ച വരെയാണ് പരസ്യ പ്രചരണമുള്ളൂ. അത് കഴിഞ്ഞുള്ള ദിവസം വീടുകൾ കയറാട്ടോ. വീടുകൾ കയറണ്ട നിങ്ങൾ ധരിക്കേണ്ട. ഇലക്ഷൻ്റെ തലേ ദിവസം വരെ നമുക്ക് വീട് കയറിക്കൊണ്ടിരിക്കാം. ഒച്ചപ്പാടും ബഹളവും അല്ലെങ്കിൽ വാഹനങ്ങളുടെ പ്രചരണ പരിപാടികളാണ് ഞായറാഴ്ച സമാപിക്കുക. പക്ഷെ നമ്മുടെ ഭവന സന്ദർശനമാണ് പ്രധാനമായിട്ട് ആളുകൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ മുമ്പ് മത്സരിക്കുകയും പിന്നീട് MLA ആയും ചെയ്യുന്ന ആളുകളുടെ അവരെങ്ങനെ വിജയിക്കാൻ ഇടവന്നതിനെ കുറിച്ചുള്ള അനുഭവക്കുറിപ്പുകൾ ഞാൻ വായിക്കാറുണ്ട്. കൊച്ചിയിലെ MLA പറഞ്ഞത് 7 പ്രാവശ്യം അദ്ദേഹം വീട് കയറിയിട്ടാണ് കൊച്ചിയിൽ അദ്ദേഹം കൗൺസിലറായി എന്ന് പറഞ്ഞ്. കാലടിയിൽ അടുത്ത മലയാറ്റൂരാണ് എൻ്റെ നാട്. അപ്പോൾ കാലിയിൽ മത്സരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, 6ഓ 7ഓ വട്ടം ഞാൻ ആളുകളെ കണ്ടു, ഇനി വരണ്ട, ഞാൻ വോട്ട് ചെയ്തോളാം എന്ന് പറയുന്ന സ്ഥിതിവിശേഷം വരെ വീട് കയറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 2 വട്ടം നമ്മൾ കയറി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ചിലർ പൂർത്തിയാക്കി ഉണ്ടാവില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആളുകളുമായി നേരിട്ട് സംവദിക്കുക, 2020 ബോധ്യപ്പെടുത്തുക. നമ്മൾ കൊടുക്കുന്ന ലീഫ്ലെറ്റുകൾ, നമ്മുടെ ബുക്ക്ലെറ്റ് ഒന്ന് മറച്ചു നോക്കണമെന്ന് ആവശ്യപ്പെടുക. ചിലർക്ക് അങ്ങനെ ഒന്ന് മറച്ചു നോക്കാൻ ഇടവന്നാൽ, ഇപ്പം ഇന്നൊക്കെ എന്നെ കണ്ട ആളുകൾ നമ്മൾ കൊടുത്ത കേരള സ്റ്റോറി എന്ന് പറയുന്ന ബുക്ക്ലെറ്റ് മറച്ചു നോക്കിയ ആളുകളാണ്. അത് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എത്രമാത്രം പരിപാടികളാണ് ഈ ജനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ആ ബോധ്യബോധം മനുഷ്യരിലേക്ക് പകരുകയും നിരന്തരമായി ആളുകളെ കണ്ടുമുട്ടുകയും ചെയ്യണം. ഞങ്ങളുടെ വികാരിച്ചും കഴിഞ്ഞ ദിവസം പറഞ്ഞു, പലരും എൻ്റെ അടുത്ത് വന്നില്ല, വലിയ പാർട്ടിക്കാരും തന്നെ വീട്ടിൽ വന്നില്ല. പക്ഷെ ഒരു സാധാരണ മനുഷ്യനാണ് നിരന്തരം വന്നുകൊണ്ടിരുന്നത്. ഞാൻ വോട്ട് ചെയ്ത് അദ്ദേഹത്തിനാണെന്ന് പറഞ്ഞ്. അപ്പോൾ വലിപ്പ ചെറുപ്പമൊന്നും ആളുകൾ നോക്കുന്നില്ല. എന്നെ പരിഗണിച്ചോ, എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചോ, എന്നെക്കുറിച്ച് എൻ്റെ കാര്യങ്ങൾ തിരക്കി അറിഞ്ഞോ, ആ തലങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് ചോദിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ഞാനൊരു കുറിപ്പിൽ സൂചിപ്പിച്ച പോലെ അതിരാവിലെ തന്നെ വീട്ടിൽ കയറണമെന്നില്ല.
അവർ കുട്ടികളെ വിടാനുള്ള തിരക്കാണ്, ജോലിക്ക് പോകാനുള്ള തിരക്കാണ്. നമ്മൾ കയറി ചെല്ല് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുമ്പോൾ അപ്പം തന്നെ അടുത്ത സ്ഥാനാർത്ഥിയും വരികയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ആളുകൾ ഉറങ്ങുന്ന സമയമാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന വോട്ട് അതോടെ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെയും പോകണ്ട. രാത്രി 7 മണിയോടുകൂടി പ്രാർത്ഥനയുടെ സമയമാണ്, ആ സമയത്തും പോകണ്ട. ഞാൻ ഇന്നലെയൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ 9-10 മണിക്കും കണ്ടു വീടുകളിൽ കയറി കിടക്കണം കേട്ടോ. ആൾക്ക് ബുദ്ധിമുട്ടാണ്, നമ്മുടെ സ്ഥാനാർത്ഥി അല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ഫലപ്രദമായ രീതിയിൽ ആളുകളെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മീഡിയ വഴി കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മലപ്പുറത്തുകാർ, കോഴിക്കോട്ടുകാർ, പല ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾ സംസാരത്തിൽ പറയും 2020-യെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വല്ലാതെ മതിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ മൈലേജ് ഉണ്ട്. ആ മൈലേജാണ് നമ്മൾ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ സാബു സാറിനെ പോലെയുള്ള ധീരോദാത്തമായി നേതൃത്വം കൊടുക്കുന്ന വലിയൊരു നേതൃത്വ നിര നമുക്കുണ്ട്. അതൊക്കെ തന്നെ പ്രയോജനപ്രദമായി ചെലവഴിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കധികമില്ല. നമ്മൾ ഓർക്കുക, കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും വിയർപ്പുമാണ്. വിയർപ്പെന്ന് പറഞ്ഞാൽ അധ്വാനം തന്നെയാണ്. അപ്പോൾ കഠിനാധ്വാനം, അതുപോലെ നമുക്ക് സ്ഥിരോത്സാഹം, ക്ഷമ, ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോയി പരമാവധി ആളുകൾ മുന്നിൽ കണ്ട് സ്നേഹോഷ്മളമായ സമീപനത്തോടെ അവരെ സമീപിച്ച് വോട്ടുകൾ ഉറപ്പാക്കി ഏതെങ്കിലും വിട്ടുപോയോ എന്നൊരു കടലാസിൽ കുറിച്ചു വെച്ച് ഇനി എന്തെല്ലാം ചെയ്യുമെന്ന് നമ്മൾ നോക്കി മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നമ്മൾ ബൂത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ അന്ന് ബൂത്ത് ഇടാനും ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ആളുകൾ വരുമ്പോൾ മറ്റുള്ളവരൊപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ബൂത്ത് ഇടുമ്പോൾ ചെറിയ തോതിൽ വേണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കൊട വെച്ചിട്ട് ഒരു ടേബിളും 2 കസേര ഇടാനേ പറ്റുള്ളൂ. ഒരു ടേബിളും 2 കസേര ഇടാനേ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വലിയ ഷെഡ് കെട്ടാനൊന്നും പറഞ്ഞിട്ടില്ല, നിർദ്ദേശം കൊടുത്തിട്ടില്ല. നിങ്ങൾ ആ ഹാൻഡ് ബുക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. ഒരു കൊട നിർത്തി നമ്മൾ ഏതെങ്കിലും കസേര വാടകയ്ക്ക് കൊടുക്കുന്ന ടീമിനോട് പറയുക, നമ്മുടെ ബൂത്ത് 100 മീറ്ററിന് പുറത്തേ പറ്റുള്ളൂ. ഒരു കൊട, അതിൻ്റെ കീഴിൽ ഒരു മേശ, 2 കസേര. ആ കസേര ഇരിക്കുന്ന ഈ 2 ആളുകളെ നിങ്ങൾ കണ്ടെത്തണം. നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളോ വോട്ട് ചെയ്ത് പെട്ടെന്ന് മടങ്ങി വരുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഓരോ ബൂത്തിലും നമ്മുടെ 2020-യുടെ ആളുകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. കാരണം വോട്ട് ചെയ്യാൻ കയറുമ്പോഴും നമ്മളവിടെ ഉണ്ടോ എന്ന് ആളുകൾ നോക്കും. അതുകൊണ്ട് ആ സാന്നിധ്യം ഉറപ്പുവെക്കണം. അവിടെ ചുറ്റും നമ്മുടെ പോസ്റ്ററും അതുപോലെ തന്നെ സാധനങ്ങളും ചേർത്ത് ഒരു മാല പോലെ കോർത്ത് നമ്മുടെ പ്രസൻസ് അവിടെ കാണിക്കാൻ കഴിയണം. ഈ ബൂത്തിനോട് ചേർന്ന് നമ്മുടെ വീടോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ മാല പോലെ ചേർത്ത് സ്ഥാനാർത്ഥിയുടെ കുറച്ച് ഫ്ലക്സും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കണം. അത് ആ ദിവസം നമുക്ക് തോരണം തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്രമവും ചിട്ടയായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി വിജയം വരിക്കാനുള്ള ഒരു സന്നദ്ധത നിങ്ങൾക്കുണ്ടാകട്ടെ. അന്തിമ വിജയം നമ്മുടെ കൂടെയാണ്. ഒരു ശ്രമവും പാഴായി പോകുന്നില്ല, വിജയം കൊയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ ചാർലി പോൾ. അടുത്തതായി നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ മിസ്റ്റർ ഗോപകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സാബു എം ജേക്കബ്, ശ്രീ ചാർലി പോൾ അടക്കം വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ, കൊച്ചി കോർപ്പറേഷനിൽ 2020 പാർട്ടിക്ക് വേണ്ടി കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ സാരഥികൾ, മറ്റു സഹോദരീ സഹോദരങ്ങളെ, കൊച്ചി കോർപ്പറേഷനിൽ ഒരു വലിയ ചരിത്രം എഴുതുന്നതിൻ്റെ തുടക്കമാണ് ഇത്രയും നാൾ നമ്മൾ നടത്തിയത്. എന്നാൽ അതിലേക്ക് വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദിനം പ്രതി കാണുന്നത്. നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകരണം, 2020 പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ അവരിലുള്ള പ്രതീക്ഷ, അവർ തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഈ പാർട്ടിയുടെ ശക്തി. നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷനിൽ മാറി മാറി ഭരിച്ച മുന്നണികൾ ഈ കോർപ്പറേഷനെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള, പ്ലാൻ ഫണ്ടുള്ള
കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോർപ്പറേഷൻ എത്രമാത്രം വികസന മുരടിപ്പാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കൊച്ചിക്കാരും ഇപ്പോൾ 2020 പാർട്ടിയെ കാണുന്നത് ഒരു പ്രതീക്ഷയോടെയാണ്. അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കാൻ, ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച കൊച്ചിയിലെ നല്ലവരായ ജനത, പ്രബുദ്ധരായ വോട്ടർമാർ ഒരു മാറ്റത്തിന് ആഗ്രഹിച്ചപ്പോൾ 2020 പാർട്ടി ആ ദൗത്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷയിലൂടെ, അല്ലെങ്കിൽ കൊച്ചിയുടെ ഭരണം അത് 2020 പാർട്ടിയെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഇവിടുത്തെ ജനത പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ ഇവിടെയുള്ള നമ്മുടെ കരുത്തരായ പോരാളികൾ അവർ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും എന്നേക്കാൾ കൂടുതലായി നിങ്ങളിത് നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മ പുറത്തുള്ള പ്രചരണ കോലാഹലങ്ങളോ അഴിമതിയിലൂടെ കെട്ടിപ്പടുത്ത കോടിക്കണക്കിന് രൂപ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ നടത്തുന്ന പ്രചരണ മാമാങ്കത്തിലല്ല കാര്യം. പക്ഷേ ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ ആ വീടുകളിലുള്ള വിഷയങ്ങൾ, ആ വീട്ടുകാർ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, അത് പരിഹരിക്കാൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നമ്മളുടേതായിട്ടുള്ള പ്രതിവിധികളിലാണ് കാര്യം. അതുകൊണ്ട് തന്നെ ജനത, നമ്മൾ ഇതുവരെ ഭരിക്കുന്ന പഞ്ചായത്തുകളിലും അത് ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ അത് വായിച്ചു മനസ്സിലാക്കുന്നു. നമ്മൾ അവരുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ള ആ വികസന രേഖ, നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഓരോ വീടുകളിലേക്കും എത്തിച്ചപ്പോൾ ആ ജനത അത് വായിച്ചു മനസ്സിലാക്കിയപ്പോൾ അത് എൻ്റെ നാട്ടിലും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ കൊച്ചിയിലെ മാറ്റം അത് 2020 ഉണ്ടാകും. ആ ഒരു മാറ്റത്തിന് വേണ്ടി കൊച്ചി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2020 പാർട്ടി അതിൻ്റെ കരുത്തരായ സാരഥികൾ അത് വിജയക്കൊടി പാറിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്. നമ്മളാരും ഈ രാഷ്ട്രീയത്തിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മളൊരു ദൗത്യവുമായി ജനത്തിൻ്റെ പ്രതിനിധികളായി നമ്മൾ മുന്നോട്ട് വന്നത് ഇവിടുത്തെ ജനത്തിന് വേണ്ടിയാണ്. ആ ജനം ആഗ്രഹിക്കുന്ന മാറ്റം അത് കൊണ്ടുവരുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ സാബു എം ജേക്കബിൻ്റെ കരങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് നമുക്ക് കൊച്ചി കോർപ്പറേഷന്റെ ഒരു മാറ്റത്തിന് വേണ്ടി ഇനിയുള്ള ദിനങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് 2020. താങ്ക് യു മിസ്റ്റർ ഗോപകുമാർ. അടുത്തതായി ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുന്നതിനായി നമ്മുടെ 2020 പാർട്ടി അധ്യക്ഷനായ നമ്മുടെ പ്രിയങ്കരനായ മിസ്റ്റർ സാബു എം ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കൊച്ചി നിവാസികളെ, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ശ്രീ ചാർലി പോൾ പറഞ്ഞു എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ എന്ന്. ഒരു നിമിഷത്തേക്ക് പുള്ളി പിണറായിയെ ഓർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രസ്ഥാനങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൽ കാര്യകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു താൽക്കാലിക വാട്ടർ ടാങ്ക് ഉണ്ടാക്കി. ആ ടാങ്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചു പോയി.
അവിടുന്ന് ടാങ്കിൻ്റെ ഏതാണ്ട് 500 മീറ്റർ മുന്നിലെത്തിയപ്പോൾ കുറേ സ്ത്രീകൾ സാരിയൊക്കെ ഉടുത്ത് കയ്യിൽ പൂക്കളുടെ താലവുമേന്തി 2 സൈഡിൽ നിൽക്കുക. അപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു, ഇതെന്താണത്? വേറെ ആരെങ്കിലും മന്ത്രിമാർ വരുന്നുണ്ടോ ഇവിടെ? ഇല്ല, സാറിനെ സ്വീകരിക്കാനാണ്. ഞാൻ പറഞ്ഞ്, എന്നെ സ്വീകരിക്കേണ്ട ആവശ്യം ഇതിൻ്റെ ഇല്ല, അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് നടന്നോ, അത് കഴിഞ്ഞ് ഇതെല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ഇത് അറേഞ്ച് ചെയ്ത നേതാക്കന്മാരിൻ്റെ ഇടയക്കട നടത്തി പൂ ഇടിയിച്ചിട്ട് എല്ലാവരും മാറിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയുള്ളൂ. അന്ന് ആ ഉദ്ഘാടന മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇവിടുത്തെ മനുഷ്യരിൽ ഒരു മനുഷ്യനായിട്ട്, സാധാരണക്കാരിലോട്ട് സാധാരണക്കാരനായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 13 വർഷം കഴിയുമ്പോഴും ഒരുപക്ഷെ പെട്ടെന്നുള്ള ഒരു സന്തോഷം കൊണ്ട് ചാർലി അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം, നമ്മുടെ പ്രസ്ഥാനത്തിൽ ഏത് മീറ്റിംഗ് നടക്കുമ്പോഴും, അത് പാർട്ടിയുടെ അധ്യക്ഷനായിക്കോട്ടെ ഉപാധ്യക്ഷനായിക്കോട്ടെ ആരുമായിക്കോട്ടെ, ആരും എഴുന്നേക്കാൻ പാടില്ല. സാധാരണ ഒരു മനുഷ്യർ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന രീതിയിൽ മാത്രമേ എന്നെയും നിങ്ങൾ കാണാമുള്ളൂ, ഈ പാർട്ടിയിലെ ഏതൊരു നേതാക്കന്മാരെയും കാണാൻ പാടുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഒട്ടനവധി ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ കിഴക്കമ്പലം ഭാഗത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും എന്നെ പരിചയമുള്ള ആളുകൾ തന്നെ അറിയാതെ എഴുന്നേൽക്കും. ഒന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാവരും കൂടി എഴുന്നേൽക്കും. അപ്പം ഞാനവിടെ നിൽക്കും. ഇന്നും ഞാനതാകൊണ്ട് അവിടെ നിന്നത്. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കേണ്ട ഒരാളല്ല ഞാൻ. നമ്മളുടെ ഒരു മീറ്റിങ്ങുകളിലും സാധാരണ ഒരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ ആദ്യം സ്വാഗത പ്രസംഗം, എല്ലാ ആളുകളെയും വാഴ്ത്തി പുകഴ്ത്തി ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മഹാന്മാരായിട്ട് കാണിച്ച് ഒരമണിക്കൂർ ആ സ്റ്റേജിലിരിക്കുന്നവരെയൊക്കെ അല്ലെങ്കിൽ സദസ്സിലിരിക്കുന്നവരെയൊക്കെ ബോറടിപ്പിച്ച് ഒരു പരിപാടി. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു നന്ദി പ്രകാശനം. അത് ഇതുപോലെ തന്നെ ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരെ പറ്റിയും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഒരു പരിപാടി. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ 2020 2 കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, സ്വാഗത പ്രസംഗം പരമാവധി 30 സെക്കൻഡിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം, ഒരാളുടെ പേര് പോലും എടുത്ത് പറയാൻ പാടില്ല. 2, നന്ദിയും 30 സെക്കൻഡേ പാടുള്ളൂ. ആൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. നന്ദി പറയുന്ന ആളും ഇതേ വാക്കുകൾ തന്നെ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ ഏത് മീറ്റിങ്ങിൽ ചെല്ലുമ്പോഴും ഒരു കാര്യം ഉറപ്പ് വരുത്താറുള്ളത്, സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ഫാനില്ലെങ്കിൽ ഞാൻ വേദിയിലും ഫാൻ ഓഫ് ചെയ്യാൻ പറയും. അത് ഇവിടെയെന്നല്ല എവിടെയായാലും. കാരണം ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള വ്യത്യാസം, ഇത് സ്ഥിരം പതിവാണ്. ഇവിടെ എനിക്കറിയില്ല അത് ആണോ എന്നുള്ളത്. ഞങ്ങൾ എവിടെ പ്രസംഗിക്കാൻ പോയാലും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ നടക്കും ഒരു ഭാഗത്തുകൂടി. അപ്പോൾ നമ്മൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെ നമ്മളെ വ്യത്യസ്തനാക്കുന്നു എന്നുള്ളതാണ്. നമ്മളും പരമ്പരാഗത രാഷ്ട്രീയക്കാരെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ നമ്മളെ കാണുക? അവരും നമ്മളും തമ്മിലൊരു വ്യത്യാസവുമില്ല.
ഞാൻ പല മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും സെൽഫി എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ മീറ്റിംഗ് കഴിയുമ്പോൾ വരും. അപ്പോൾ ഒരിക്കൽ സദസ്സിൽ ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ഒരാൾ വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഇരുന്നെടുത്തു. അപ്പോൾ ഞാൻ വളരെ തമാശയായിട്ട് പറഞ്ഞു, ഇതിപ്പോൾ പിണറായി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിണറായിയുടെ അടുത്ത് പോയിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഫോട്ടോ എടുക്കുന്നത് മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് വേറെ ഫോട്ടോഗ്രാഫർ വന്നെടുക്കേണ്ടി വരും. അയാളുടെ കഥ കഴിച്ചിരിക്കുക പുള്ളി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മൈക്ക് ശബ്ദമില്ലാതെ ആയിപ്പോയി. അപ്പോൾ ആ ഇലക്ട്രീഷ്യൻ വന്ന് കുറേ പണിതു, ഇവിടെ മുട്ടി അവിടെ മുട്ടി, അങ്ങനെ ഒരു 4-5 മിനിറ്റ് എടുത്തു വീണ്ടും ശബ്ദം തിരിച്ചു വരാനായിട്ട്. ചെറിയ എന്തോ ഒരു ലൂസ് കോണ്ടാക്റ്റ് വന്നതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ പിണറായി ആയിരുന്നെങ്കിൽ 2 ഡെഡ് ബോഡി ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വന്നേന്ന്. ആ ഇലക്ട്രീഷ്യനും അല്ലെങ്കിൽ ആ മൈക്ക് ഓപ്പറേറ്ററേയും പണി കഴിച്ചേനെ പുള്ളി. അപ്പോൾ ഇതുപോലെയുള്ള നേതാക്കന്മാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു വ്യവസായിയാണ്. ഒരു വ്യവസായിയുടെ മകനായിട്ട് ജനിച്ച് വ്യവസായത്തിൽ തന്നെ വളർന്ന് അതിൽ കൂടി പഠിച്ച് അച്ഛൻ്റെ അതേ പാതകൾ പിന്തുടർന്ന ഒരു ചെറിയ വ്യവസായി കേരളത്തിൽ. എൻ്റെ ജാതകത്തിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ജാതകം എഴുതിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വദേശം ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിലെ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. 4 തലമുറ മുമ്പ് മേക്കാവ് എന്ന് പറയുന്ന കുടുംബത്തിൽ, മേക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പൂജാരികളായിരുന്ന നമ്പൂതിരികളായിരുന്ന ആ മേക്കാവിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്നൊരു കുടുംബം പറിച്ചു നട്ട് ക്രിസ്ത്യാനികളായി മാറി മേക്കാവും കുന്നിൽ നിന്നായി ഒരു കുന്നിൽ പോയി വീട് വെച്ചു. അങ്ങനെയാണ് മേക്കാവും കുന്നിൽ എന്ന് ഞങ്ങൾക്ക് വന്നത്. അപ്പം ഞങ്ങളുടെ ഒറിജിൻ ഈ ഫോർട്ട് കൊച്ചിയാണ്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. 4 തലമുറ മുമ്പാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറിച്ചു നട്ടത്. അപ്പോൾ ഞങ്ങളുടെ ഒറിജിനൽ ബ്ലഡ് നമ്പൂതിരികളുടെ ബ്ലഡാണ്. അതുകൊണ്ടായിരിക്കും എൻ്റെ അച്ഛൻ തന്നെ, അച്ഛനും ജാതകം എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടികളുടെ എല്ലാം ജാതകം എഴുതിയിട്ടുണ്ട്. ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ ഒരു മധ്യവയസ്ക് വയസ്സ് കഴിയുമ്പോൾ ഒരു പ്രവാചകനെ പോലെ ആയി തീരുമെന്ന്. അപ്പം ഞാൻ പലപ്പോഴും വായിച്ചോർത്തത് ചിരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാനൊരു വ്യവസായിയാണെങ്ങനെ പ്രവാചകനാവുന്നതെന്ന്. അവസാനം അതാണ് ജാതകം തെറ്റില്ല, തലവര തെറ്റില്ല എന്ന് പറയുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രവാചകനെ പോലെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് എൻ്റെ കുടുംബത്തെ കാര്യം നോക്കാതെ നാട്ടുകാരുടെ കാര്യം നോക്കി തെറിയും കെട്ട് ശത്രുക്കളും ഉണ്ടാക്കി നടക്കുകയാണ്. അതാണ് ഇപ്പോൾ എൻ്റെ പ്രധാന തൊഴിൽ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് എൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. നിങ്ങൾക്കറിയാം, 2012 ഈ 2020 എന്ന പ്രസ്ഥാനം ഞാൻ തുടങ്ങിയത്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എൻ്റെ അച്ഛൻ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബത്തിൽ ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വെറും തോർത്തുമുണ്ടുടുത്ത് അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് തോർത്തുമുണ്ട് കൊണ്ട് മാറുമറച്ച് തോർത്തുമുണ്ടുടുത്ത് നടന്ന ആ 2 അച്ഛനമ്മമാരുടെ മകനായിട്ട് ജനിച്ച ആളാണ് ഞാൻ. അവരെ ഒന്നും കണ്ടിട്ടില്ല, അവരുടെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വളരെ സാധാരണക്കാരനായിട്ട് കൃഷിക്കാരനായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് എൻ്റെ അച്ഛൻ വ്യവസായം തുടങ്ങി. 10 പേരെയും കൊണ്ട് തുടങ്ങി. ഇന്ന് ഏതാണ്ട് 16,000-ഓളം ആളുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ തെലങ്കാനയിൽ ഞങ്ങൾ വീണ്ടും ഒരു 50,000 പേരെ കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യവസായിയുടെ മകൻ ആയി വളർന്ന ഒരാൾ
എങ്ങനെയാണ് പ്രവാചകനാവുക എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയായി. അങ്ങനെ എൻ്റെ അച്ഛൻ 2011 മരണപ്പെടുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഞാനതിൽ ആ മാഗസിനിൽ ഒരു പേജിൽ നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ എങ്ങനെ വ്യവസായത്തിൽ വന്നു, എങ്ങനെ എന്നെ അച്ഛൻ പഠിപ്പിച്ചു. കാരണം എൻ്റെ ആദ്യത്തെ തൊഴിൽ ഞാൻ 13 വയസ്സുള്ളപ്പോൾ, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ തൊഴിൽ എന്നെ അച്ഛൻ പഠിപ്പിച്ചത്. എന്നെ അന്നത്തെ അന്ന അലുമിനിയം കമ്പനിയിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ തൊഴിലാളികളുടെ ടോയ്ലറ്റ് കഴുകുന്ന ജോലിയായിരുന്നു എനിക്ക് ആദ്യം തന്നത്. അങ്ങനെ 1 വർഷം ഞാൻ ജോലി ചെയ്തു. അത് ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ, സ്കൂളിലും കോളേജിലും കിട്ടുന്ന വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ ജീവിതത്തിലുള്ള വിദ്യാഭ്യാസമാണ് അച്ഛൻ തന്നത്. എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമായിരുന്നു, നമ്മൾ 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അയൽവക്കക്കാർ 1 നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. ഇന്നത്തെ സാഹചര്യമല്ല അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10-15 വർഷക്കാലമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഞങ്ങളുടെ വ്യവസായം വളർന്നതും വികസിച്ചതും ഒക്കെ. അപ്പോൾ അച്ഛനെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം അദ്ദേഹം ചെയ്തു. പക്ഷേ ഇവിടുന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊരു 2 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ദുഃഖത്തോടെയാണ് അദ്ദേഹം പോയത്. കാരണം അവസാന 10-15 വർഷക്കാലം എന്ന് പറയുന്നത് വ്യവസായത്തിനോ കുടുംബത്തിനോ പോലും 1 മിനിറ്റ് നൽകാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട്, ഒട്ടനവധി ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നത്. അപ്പോൾ 11 അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ സ്വപ്നം പൂർത്തിയാക്കാനായിട്ടാണ് ഞാനും എൻ്റെ മൂത്ത സഹോദരൻ കൂടി എന്ത് ഈ നാടിന് വേണ്ടി നമുക്ക് ചെയ്യാം, അങ്ങനെ ആണ് ഈ 2020 എന്നൊരു പ്രസ്ഥാനമുണ്ടായത്. അതൊക്കെ ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക. അപ്പോൾ അന്ന് ഒരിക്കലും രാഷ്ട്രീയത്തിയിട്ട് വരണമെന്നോ ഏതെങ്കിലും പഞ്ചായത്തിൽ മത്സരിക്കണമെന്നോ ഒന്നും തീരുമാനിച്ചിരുന്നതല്ല. പക്ഷേ ദൈവം അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി. അവിടുത്തെ രാഷ്ട്രീയക്കാരെന്നെ സമ്മതിച്ചില്ല, എന്നെ തടഞ്ഞു, മുന്നോട്ട് പോകാൻ പറ്റാതെയായി. അപ്പോൾ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണം വേണമെങ്കിൽ രാഷ്ട്രീയം വേണം. അങ്ങനെ രാഷ്ട്രീയക്കാരനായി ഞാൻ 2015 അങ്ങനെ ആദ്യമായിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ 19-ൽ 17 സീറ്റുകൾ നമ്മൾ വിജയിച്ചു. അത് കഴിഞ്ഞ് 2020 വന്നു കഴിഞ്ഞപ്പോൾ 19-ൽ 18 സീറ്റും വിജയിച്ചു. 2 ബ്ലോക്കിൽ മത്സരിച്ചു, അത് വിജയിച്ചു. ജില്ലയിൽ മത്സരിച്ചു, അത് വിജയിച്ചു. അപ്പോൾ സമീപ സ്ഥലങ്ങളിലുള്ള പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സമീപ സ്ഥലത്തുള്ള 4 പഞ്ചായത്തുകൾ മത്സരിച്ചു. അങ്ങനെ 2020-ൽ 92 സീറ്റുകളിൽ മത്സരിച്ചതിൽ 87 സീറ്റുകളിൽ വിജയം വരിച്ച് ഇന്ത്യയുടെ തന്നെ ഒരു ചരിത്രം നമ്മൾ തിരുത്തി കുറിച്ചു എന്നുള്ളതാണ്. ഒരു പുതുതായിട്ട് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ തന്നെ 2 ദേശീയ പാർട്ടികളോട് ഏറ്റുമുട്ടി 92-ൽ 87 സീറ്റ് വിജയിച്ച കഥ. ഇന്നിപ്പോൾ നമ്മൾ ഏതാണ്ട് 880ഓളം സീറ്റുകളിലാണ് ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്നത്. ഇന്ന് ഈ പാർട്ടി നമ്മൾ അങ്ങ് തെക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരം പഞ്ചായത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അങ്ങ് വടക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട്, തമിഴ്നാടിൻ്റെ ബോർഡർ മുതലമടയിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്. മുതലമട കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 880ഓളം സീറ്റുകളിൽ
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനാണത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി, സാമ്പത്തിക തലസ്ഥാനമാണ് കൊച്ചി. പക്ഷേ ഈ കൊച്ചിയിൽ ജീവിക്കുന്ന, എറണാകുളത്ത് ജീവിക്കുന്ന ആളുകൾക്കറിയാം, കഴിഞ്ഞ ഒരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷം എടുത്തു കഴിഞ്ഞാൽ ആ പഴയ കൊച്ചി ഇന്നും അതുപോലെ തന്നെ ഇരിക്കുന്നു. ആളുകൾക്ക് കുറച്ചുകൂടി കഷ്ടപ്പാടും ദുരിതവും കൂടി എന്നല്ലാതെ കൊച്ചിക്കൊരു വ്യത്യാസവും വന്നിട്ടില്ല. ആകെ വ്യത്യാസം വന്നത് കൊച്ചിയെ ശരിയാക്കാം, കൊച്ചിയെ നല്ലതാക്കാം, കൊച്ചിയെ വളർത്തി സൗത്ത് ഇന്ത്യയിലെ വലിയ, ഏഷ്യയിലെ വലിയ സിറ്റിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അധികാരം മേടിച്ചവർ മാത്രം അവരുടെ ജീവിതവും കുടുംബമൊക്കെ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ മന്ത്രി രാജീവും ഇവിടുത്തെ കുറേ CPM-ൻ്റെ ആളുകളൊക്കെ ആയിട്ട് കൂടിയിട്ട് LDF-ൻ്റെ പ്രകടന പത്രിക ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ കണ്ടു. രാജീവാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുകയാണ് പുള്ളി, ഈ കൊച്ചിയെ ഏറ്റവും നമ്പർ 1 സിറ്റിയാക്കുമെന്ന്. അപ്പോൾ ഇവരുടെ പാർട്ടി തന്നെയല്ലേ കഴിഞ്ഞ 5 വർഷം ഭരിച്ചത്. അപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും വീണ്ടും നമ്പർ 1 ആക്കുമെന്ന് പറയും. ഇപ്പോൾ 5 വർഷം കിട്ടിയിട്ട് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4ഉം നമ്പർ 19 പോലും ആയില്ല. അപ്പോൾ വീണ്ടും പറയുകയാണ് നമ്പർ 1 ആക്കുമെന്ന്. നമ്മുടെ മലയാളികൾ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ ലോകത്തിൽ നമ്പർ 1ആണ്. പക്ഷെ മറവിയുടെ കാര്യത്തിൽ നമ്പർ 1ആണ്. ഇപ്പോൾ ഈ തവണ ഇറക്കുന്ന പ്രകടന പത്രിക അടുത്ത 5 വർഷം കഴിയുമ്പോൾ എല്ലാവരും മറക്കും. അതിൽ വല്ലതും നടത്തിയോ, വല്ലതും നടന്നോ, അതറിയാവുന്ന രാഷ്ട്രീയക്കാരാണ് ആ പഴയ വീനെടുത്ത് പുതിയ കുപ്പിയിലാക്കിയിട്ട് ഇച്ചിരി കളറും മാറ്റി ഫോട്ടോസും മാറി അത് വീണ്ടും ഇറക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ആരും വോട്ട് ചെയ്യണം, 2020 വിജയിപ്പിക്കണം എന്ന് പറയാനായിട്ടല്ല വന്നത്. എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന, ഇതിൻ്റെ മുൻനിരയിലിരുന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്, മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് അവരുടെ ഒരു തൊഴിലുമല്ല, വരുമാന മാർഗവുമല്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് 10-12 മണിക്കൂർ എൻ്റെ വ്യവസായത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ വ്യവസായവും രാഷ്ട്രീയം കൂടി ആയപ്പോൾ ഏതാണ്ട് 18-20 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നു. 4-5 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. പല ദിവസങ്ങളിലും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് വ്യവസായത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ സഹായിക്കാൻ തൊഴിലാളികളുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്ന ആർക്കും രാഷ്ട്രീയം അറിയില്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? കക്കുക, മുക്കുക, തിന്നുക, കൊല്ലുക, അടിക്കുക, ഇടിക്കുക, മയക്കുമരുന്ന് കൊടുക്കുക, ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ആളുകൾക്ക് ഈ പണിയൊന്നും അറിയില്ല, നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും അറിയില്ല. അപ്പോൾ ഇവരെപ്പോഴും നല്ലത് ചിന്തിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോകും. ശുദ്ധഹൃദയങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളെയും മത്സരിക്കുന്നവരെയും നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും നേതാക്കന്മാരെയും പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തലവേദനയുണ്ട്. ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ 10 പ്രാവശ്യം വിളിക്കും. ട്രഷറി പോയി പൈസ കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 10 പ്രാവശ്യം അവിടെ നിന്ന് വിളിക്കും. അപ്പം അങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ആദ്യം 19 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം, ഒരു കൊച്ചുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട്, 2 കൊച്ചുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട്, ഇനി 3 എന്താ ബുദ്ധിമുട്ട്. ഞാൻ എല്ലാവരും പറയേ, നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ
ഒരു 2.5-3 വയസ്സായി കുട്ടികൾ മുട്ടിലഴിഞ്ഞ് ഓടുന്നൊരു സമയമുണ്ടല്ലോ, ചുടുന്ന് പോകും ഇങ്ങനെ. ആ പോകുന്ന അതുപോലെയുള്ള പ്രായമുള്ള ഒരു 5 എണ്ണത്തിനെ ഒരാളെ ഏൽപ്പിക്കണം. അപ്പം അറിയാം ഈ ബുദ്ധിമുട്ട് എന്താണെന്നാണ്. കാരണം ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് വന്നു വരുമ്പോഴത്തേക്കും മറ്റു 4 കാണുന്നുണ്ടാവില്ല. അത് ഏതെങ്കിലും ബെഞ്ചിനടിയിലോ വാതിലിൻ്റെ ഇടയിലോ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ 100 ഇരട്ടിയായി എൻ്റെ അവസ്ഥ. ഇപ്പോൾ ഒരു സമയത്ത് വിചാരിച്ച് പണ്ടാറ് ഇത് ഭ്രാന്ത് പിടിച്ചിട്ട് എങ്ങനെ ഇതിൽ നിന്ന് നിർത്തിപ്പോവുക, ഇതെല്ലാവരും കൂടി എന്നെ ഒന്ന് തോപ്പിച്ചിരുന്നെങ്കിൽ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഭ്രാന്ത് പിടിച്ച് തലയ്ക്കിങ്ങനെ ഒരു മരവിപ്പ്, കുറേ നേരം പിടിച്ചിരുന്ന് നോക്കി. പിന്നെ ഒരു ഡോക്ടറെ വിളിച്ചു. 9:30 പുള്ളി എവിടെയുണ്ട്. നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രഷർ 170-110. ഇതുവരെ പ്രഷറും ഉണ്ടായിട്ടില്ല, ഷുഗറും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യം കൊണ്ട് രാഷ്ട്രീയത്തിലിറങ്ങി ഒരുപാട് രോഗം പിടികിട്ടി എന്നുള്ളതാണ് നമുക്ക്. അതാണ് എനിക്ക് ജീവിതത്തിൽ ഈ 13 വർഷം കൊണ്ടുണ്ടായ മെച്ചം. എൻ്റെ ആരോഗ്യം കളഞ്ഞു, എൻ്റെ വ്യവസായത്തെ ബാധിച്ചു, എൻ്റെ കുടുംബത്തെ ബാധിച്ചു, കുട്ടികളെ ബാധിച്ചു. അവർക്ക് കിട്ടേണ്ട സമയം പോയി, എൻ്റെ ജീവിതം പോയി എന്നല്ലാതെ ഒരു പ്രയോജനവും, 1 രൂപയുടെ പോലും പ്രയോജനം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ ചെന്നു വന്നു, മരുന്ന് ഇപ്പം തന്നെ കഴിക്കണം, പ്രഷറിൻ്റെ മരുന്ന് തന്നു, കുറേ ട്രൈക്കേ എടുത്ത് തന്നു ഉറങ്ങണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ അടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്, എന്നിട്ട് ഉറക്കില്ല, അപ്പോൾ 2 എണ്ണം കഴിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ 2 എണ്ണമാണ് കഴിക്കുന്നത്, ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട്. അങ്ങനെ കഴിച്ചിട്ട് ഉറങ്ങാത്ത അവസ്ഥയായി. അങ്ങനെ ഒരു 3 ദിവസം മുമ്പ് രാവിലെ ഉറങ്ങാതെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് 6 മണിയായപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ. അല്ല, കോഫി. ഞാൻ കോഫി കഴിക്കാറില്ല, കാരണം ഭയങ്കര ക്ഷീണം. ഒരു ദിവസവും ഇന്നിപ്പോൾ 5 മീറ്റിങ്ങുകളുണ്ട്. രാത്രി 11 മണിയാകും വീട്ടിൽ കയറുമ്പോൾ. അങ്ങനെ ഒരു കോഫി കൊണ്ടുവന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പരവേശം, വീണ്ടും ഒരു കോഫി കൂടി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 2ാമത്തെ കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞ് എൻ്റെ സൈഡിൽ വന്നിരുന്നു ഭാര്യ. എന്നിട്ട് ചോദിക്കുക, ശരിക്കും നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഇപ്പം ഞാൻ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം 13 വർഷമായിട്ട് എൻ്റെ ഭാര്യയും കുട്ടികളും ഒരിക്കലും ഏത് പാതിരാത്രി ചെന്നാലും മീറ്റിങ്ങുകളും എൻ്റെ തിരക്കുകളും ഒക്കെ ആയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയേക്കണയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യ അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയുന്നത്? ശരിക്കും നമുക്ക് എന്താ ഇതിൻ്റെ ആവശ്യം? അപ്പോൾ സ്വന്തം ഭർത്താവിന് അസുഖം വന്ന് പ്രഷറടിച്ച് ഷുഗർ അടിച്ച് ഭർത്താവിനെ നഷ്ടപ്പെടും എന്നുള്ള ഒരു തോന്നലിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നൊന്തു. അതിപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഈ സ്റ്റേജിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജയിക്കുകയാകട്ടെ തോൽക്കുകയാകട്ടെ, ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. ഇനി മറിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരെ മതി, കോൺഗ്രസ്സുകാരെ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ദൈവം കൊടുത്തിരിക്കുന്ന വിധിയായിട്ട് നമ്മൾ വിചാരിക്കുക. അപ്പം നമ്മൾ രാഷ്ട്രീയത്തിട്ട് ഇറങ്ങിയിരിക്കുന്നത് നമുക്കും നിങ്ങൾക്കും ഒക്കെ കിട്ടുന്ന സമയം, ഈ ഭൂമിയിൽ കിട്ടുന്ന വളരെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മുടെ സഹജീവികൾക്ക്, ഈ നാടിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എനിക്കെന്നല്ല നിങ്ങൾക്കും ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയാൽ, എല്ലാ ദിവസവും പള്ളിയിൽ പോയാൽ നമുക്ക് നേരെ സ്വർഗത്തിയിട്ട് പോകാം. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എത്ര ദിവസം പള്ളിയിൽ പോയി, എത്ര ദിവസം അമ്പലത്തിൽ പോയി എന്നുള്ള കണക്കാവില്ല ഉണ്ടാവുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയ അവസരത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ഈ ഭൂമിക്ക് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ടാകുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ പ്രസ്ഥാനത്തിന്, ഈ നാടിന് വേണ്ടിയിട്ട്, ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നി
ഈ 2020 അധികാരത്തിലേറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ച ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും 10 ഇരട്ടിയോ 100 ഇരട്ടിയോ നമുക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നലെ ഒരു ന്യൂസ് ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് കൊച്ചിയെ പറ്റിയുള്ള എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് സംപ്രേഷണം ചെയ്തോന്ന് എനിക്കറിയില്ല, ന്യൂസ് 24 ന്യൂസിൽ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങല്ല ചെയ്തത്. പ്രാഥമികമായിട്ടുള്ള ഒരു 80% പഠനം നമ്മൾ ഈ കൊച്ചിയെപ്പറ്റി നടത്തി കഴിഞ്ഞിരിക്കുന്നു. കൊച്ചിക്ക് എന്താണ് ആവശ്യം, കൊച്ചിയെ എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ രാഷ്ട്രീയക്കാരും 2020 പോലെയുള്ള പാർട്ടിക്കാർ തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം അതാണത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടി വളരെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ച്, ശാസ്ത്രീയമായിട്ട് പഠിച്ച്, സിസ്റ്റമാറ്റിക്കായിട്ട് അച്ചടക്കത്തോടു കൂടി നടപ്പിലാക്കുക. അടുക്കും ചിട്ടയോടും കൂടി അച്ചടക്കത്തോടു കൂടി നടപ്പിലാക്കുക. അതോടൊപ്പം അഴിമതി പൂർണ്ണമായിട്ടും തടയുക. അപ്പോഴാണ് നമുക്ക് വിജയം നേടാൻ പറ്റുന്നത്. അപ്പോൾ കൊച്ചിയെപ്പറ്റി പ്രാഥമികമായിട്ട് 80% റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. കൊച്ചിക്ക് എന്താണ് വേണ്ടത്, എങ്ങനെ നടപ്പിലാക്കാമെന്ന്. ഇനി നമ്മളെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏണസ്റ്റ് ആൻഡ് യങ് അല്ലെങ്കിൽ KPMG പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ ഒരു 3 മാസത്തിനുള്ളിൽ പഠിച്ച് കൊച്ചിക്ക് വേണ്ട റിപ്പോർട്ട് വളരെ പ്രൊഫഷണലായിട്ടുണ്ടാക്കുക. ആ റിപ്പോർട്ട് എന്താണോ, അത് 1000 കോടി ആയിക്കോട്ടെ, 5000 കോടി ആയിക്കോട്ടെ, 25,000 കോടി ആയിക്കോട്ടെ. നിങ്ങൾക്ക് തോന്നും, ഞാൻ പറഞ്ഞു എന്നെ കാണുമ്പോൾ നിസ്സാരക്കാരനായിട്ട് തോന്നും. പക്ഷേ 25,000 കോടി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു നേതാവാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ. അത് എങ്ങനെ കൊണ്ടുവരും, എവിടെ നിന്ന് കൊണ്ടുവരും എന്നൊന്നും ചോദിക്കരുത്. അതായാലും കട്ട് മോഷ്ടിച്ച് കൊണ്ടുവരില്ല, നേരായ വഴിക്ക് മാത്രമേ കൊണ്ടുവരൂ. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയക്കാർ എത്ര വേണമെങ്കിലും നുണ പറയാം. അവർക്ക് നുണ പറയാനേ അറിയൂ, വഞ്ചിക്കാനേ അവർക്കറിയൂ. പക്ഷേ ഇത് രണ്ടും അറിയില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ജീവിതത്തിൽ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് പറയുന്ന കാര്യം ചെയ്തിരിക്കും, ചെയ്യുന്ന കാര്യമേ പറയൂ. ഈ കൈകൾ ഉയർത്തി, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാവുന്ന എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ഇന്ത്യയിലുണ്ട്? ഒരെണ്ണം പോലും ഉണ്ടാവില്ല. 13 വർഷക്കാലം 2020 നാടിനെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൈകൾ ഇന്നും ശുദ്ധമാണ്. ഒരു പൈസയുടെ അഴിമതി നടത്തിയിട്ടില്ല, ഒരു പൈസ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അത്രയും തൻ്റെ ഇടമായിട്ട് പറയാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ ഈ 2020 അധ്യക്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും ഇത് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മത്സരിക്കാൻ രംഗത്തിരിക്കുന്നവർ, നിങ്ങളിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പോയി കൈകൂപ്പി കുനിഞ്ഞ് നിന്ന് യാചിച്ച് നിങ്ങൾ വോട്ട് മേടിക്കും. ജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിപ്പ് പുറത്തു കൊണ്ടുവരരുത്. ഇതിനേക്കാൾ ഭവ്യതയോട് കൂടിയിട്ട് ഇത് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഒരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത്, നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളാവരുത്. കടിപിടി കൂടരുത്, പണത്തിന് വേണ്ടി ആകരുത്, അധികാരത്തിന് വേണ്ടി ആകരുത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആകരുത്. അത് വന്നു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നിലനിൽക്കില്ല. അപ്പോൾ വളരെ അച്ചടക്കത്തോടെ, ചിട്ടയോടെ, ദീർഘവീക്ഷണത്തോടു കൂടി ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പോരാളികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അത് തന്നെയായിരിക്കണം നമ്മുടെ പ്രതിജ്ഞ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീട്ടുന്നില്ല, എനിക്ക് തൃപ്പൂണിത്തുറയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് എൻ്റെ പ്രസംഗം കേൾക്കുകയല്ല വേണ്ടേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും, ഇനി 3 ദിവസമുണ്ട്, വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോ വീടുകളിലും കയറി വീണ്ടും വീണ്ടും പറയണം. എന്നിട്ട്
നമുക്ക് വോട്ട് ചെയ്തില്ല, നമ്മളെ തോൽപ്പിച്ചെങ്കിൽ അത് ദൈവ നിശ്ചയമാണെന്ന് വിചാരിച്ചാൽ മതി. ആരും അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും അതിൻ്റെ അധ്യക്ഷൻ ഇതേ രീതിയിൽ തന്നെ സന്തോഷവുമില്ല സങ്കടവുമില്ല, സാധാരണക്കാരനെ പോലെ ഇതുപോലെ തന്നെ നിൽക്കും. നിങ്ങളും അതുപോലെ തന്നെ നിൽക്കാൻ സാധിക്കണം. കാരണം ദൈവത്തിന് ഓരോ കാര്യങ്ങൾക്കും ഓരോ പദ്ധതികളുണ്ട്. ഓരോ മനുഷ്യരെ ഓർത്തും പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ ഈ ലോകത്ത് നടപ്പാക്കാൻ സാധിക്കൂ. നമുക്ക് അതിനേക്കാൾ വലിയ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, ഒരു മനസ്സായിട്ട് നിൽക്കുക. ഈ നാട് നമ്മുടെ കൂടെ നിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എത്രയും പെട്ടെന്ന് കാൻഡിഡേറ്റ്സ് മാത്രം ഒന്ന് നിന്നാൽ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോകാം. ബാക്കിയുള്ളവരോട് ഇരിക്കുക. കാൻഡിഡേറ്റ്സ് മാത്രം ഒന്ന് സാറിൻ്റെ അടുത്ത് പോയി പെട്ടെന്ന് ആട്ടെ. ഇനിയിപ്പോൾ 5 മണി വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് 5 മണിയാകുമ്പോൾ ചോദിക്കും സാബു സാർ വന്നില്ലല്ലേ എന്ന് ചോദിക്കും. നമ്മുടെ ഒരു നാട്ടു നടപ്പനുസരിച്ച് 4 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ആൾക്കാർ എത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പറയും സാബു സാർ ഇന്ന് വന്നില്ല എന്ന് പറയുന്നൊരു സംഭവം കൂടെ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കട്ടെ. സാബു സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സാറിന് അടുത്ത മീറ്റിങ്ങിലേക്ക് അയക്കാം. മൈക്ക് വർക്ക് ചെയ്യണില്ല, സൗണ്ട് വർക്ക് ചെയ്യണില്ല, ജനറേറ്റർ വർക്ക് ചെയ്യണില്ല, അവിടെ ഓട്ടോ എത്തിയിട്ടില്ല. സാറ് പറഞ്ഞതുപോലെ എല്ലാത്തിനും പരാതി പറയുന്നൊരു കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പരാതികൾ അപ്പോൾ ക്ലിയർ ചെയ്യുക. അവനവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. എല്ലാവരും വാരി തന്നിട്ട് ഞാൻ തിന്നോളാം എന്ന് പറയരുത്. കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. എൻ്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സുധീർ മേനോൻ അദ്ദേഹം കൂടെയുണ്ട്. എനിക്ക് പുള്ളിയെ കണ്ട് ഭയങ്കര സന്തോഷമായി. കാരണം വളരെ ആക്റ്റീവായിട്ട് വൈബ്രൻ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഇതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സാബു സാറ് പറഞ്ഞതുപോലെ ഈ നാടിനെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് 100%. വിജയം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു മിസ്റ്റർ ടെനി തോമസ്. ഇനി അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ നമ്മുടെ ജില്ലാ കോർഡിനേറ്ററായ മിസ്സസ് ലീന സുഭാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ആദ്യമായി ഇവിടെ ഇത്രയും ഒരു കൂട്ടായ്മ നമുക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നു. സാബു സാറിൻ്റെ ഡേറ്റും ടൈമും ഒന്നും കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അല്പസമയമെങ്കിലും പങ്കിടാനും അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുവാനും സാധിച്ചല്ലോ. അതുതന്നെ വലിയ സന്തോഷം. എനിക്ക് മുമ്പ് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണമാണ്. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എനിക്കറിയാം 90% ഓഫ് ദ കാൻഡിഡേറ്റ്സ് അവരുടെ ബെസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ. അത് അങ്ങനെ ഇടാത്തവർ ഈ 2 ദിവസമെങ്കിലും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് രണ്ടും കൽപ്പിച്ച് ഇനി 48 മണിക്കൂറും കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്യുക. ദ റെസ്റ്റ് ബിലോങ്സ് ടു ഗോഡ്. ഹി വിൽ ഹെൽപ്പ് യു. സോ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മിസ്സസ് ലീന സുഭാഷ്. ഇനി നമുക്ക് നമ്മളുടെ ചടങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നന്ദി പ്രകടനത്തിനായി മിസ്റ്റർ ജെയിംസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാർട്ടി അധ്യക്ഷൻ നമ്മളെ ഓർമ്മിച്ചതുപോലെ അധികം നീട്ടിപ്പരത്തിയെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ചില നന്ദി സൂചകമായിട്ട് ചില വാക്കുകൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ നമ്മുടെ അധ്യക്ഷനായി കടന്നു വന്ന് നമ്മളോട് നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ച നമ്മുടെ പാർട്ടി ചെയർമാൻ ബഹുമാന്യനായ സാബു എം ജേക്കബ് സാറിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ ജിനി തോമസ് അവർകൾ കടന്നു വന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഇവിടെ കടന്നു വന്ന് ഈ നല്ല വാക്കുകൾ കേൾക്കുവാനും ഇനിയുള്ള ദിവസങ്ങൾ നല്ല വിധിയെഴുത്ത് നൽകുവാനും നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ നമുക്ക് ഈ മനോഹരമായ ഹോളും പരിസരവും നൽകി തന്ന് നമ്മളെ സഹായിച്ച കോർപ്പറേഷൻ അധികാരികളോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ലൈറ്റ് സൗണ്ട് ഇവിടെ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ, അങ്ങനെ പ്രിയപ്പെട്ടവർ പലരും നമ്മളെ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് 20. നല്ലൊരു കൈയ്യടി കൊടുക്കാം. കാരണം സാബു സാറ് 30 സെക്കൻഡ് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ആരുടെയും പേരെടുത്ത് പറയാണ്ട് ഒറ്റയടിക്ക് തീർത്തത്. ഏതായാലും നിങ്ങളുടെയും എല്ലാവരുടെയും സമയത്തിന് വിലയുള്ളതായതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇവിടെ പുതപ്പിക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ കുറേ ആൾക്കാരെ പൊക്കി പറയുന്ന പരിപാടിയൊന്നും ഇല്ല. ഇതായിരിക്കണം ജനജീവിതം, ഇതുപോലെ ആയിരിക്കണം മറ്റുള്ളവരെ കാണേണ്ടത്. നമ്മൾ സാധാരണക്കാരെ ബഹുമാനിച്ച് പഠിക്കുക. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചായയും കടിയും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കഴിച്ചിട്ട് പോകണം, ഇല്ലെങ്കിൽ പൊതിഞ്ഞിട്ട് പോകേണ്ടി വരും. തീർച്ചയായിട്ടും എല്ലാവരും ചായ കഴിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സുധീർ സാറ് 2 വാക്ക് പറയാൻ ഇല്ല.